ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്ന NSK ബ്രഹ്മഗീതയാണ്. ഇന്ന് ബ്രഹ്മഗീതയുടെ 6ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിന്റെ പേര് സൃഷ്ടാവും ആരാധനയും എന്നാണ്. പല മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, വേറെ അല്ലെങ്കിൽ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടാവിനെ തന്നെയാണോ ആരാധിക്കേണ്ടത്? ആരാണ് നമ്മുടെ സൃഷ്ടാവ്? അച്ഛനും അമ്മയുമാണോ നമ്മുടെ സൃഷ്ടാവ്? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ അച്ഛനും അമ്മയാണോ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ ഷീല ടീച്ചറിന്റെ അഭിപ്രായം അല്ല എന്നാണ്. കാരണം അച്ഛനും അമ്മയും ബീജവും അണ്ടവും ദാനം ചെയ്ത് നമ്മെ സൃഷ്ടിക്കാനുള്ള വഴി ഒരുക്കിയവർ മാത്രമാണ്. നമ്മളെ ഭൂമിയിൽ ജനിക്കാൻ അവർ കാരണക്കാരായിരുന്നു, അല്ലെ കാരണക്കാരാണ്. ഒന്ന് നോക്കിയാല് അച്ഛനും അമ്മയും ജനിക്കുമ്പോൾ അവരിൽ ബീജവും അണ്ടവും ഇല്ലായിരുന്നു. ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെ അവരില് ബീജവും അണ്ടവും ഇല്ല. നമുക്കറിയാം നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന്. ഒരു 10 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അവരിൽ സൃഷ്ടാവായ ഭഗവാന് ബീജവും അണ്ടവും ഒക്കെ സൃഷ്ടിക്കുന്നത്. പിന്നീട് അവർ വിവാഹം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവര് സെക്സ് അഥവാ ഇന്റർകോഴ്സ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ ഒരു ഫെർട്ടിലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിസ്സാരമായ സമയം മാത്രമേ അവർ ചെലവാക്കുന്നുള്ളൂ. അതായത് സെക്കൻഡുകളോ മിനിറ്റുകളോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണിത്. അത്രയും മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും ചെയ്യാനുള്ള അധികാരം അച്ഛനും അമ്മയ്ക്കും ഇല്ല. അതിനുശേഷം ബീജാണ്ടങ്ങളെ യോജിപ്പിച്ച് സിക്താണ്ഡമാക്കി മാറ്റുന്നത് സൃഷ്ടാവായ ഭഗവാനാണ്. സിക്താണ്ഡം നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയതിനു ശേഷം ഈ ബീജമണ്ഡവും കൂടെ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ഏകകോശത്തെയാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട് എന്ന് പറയുന്നത്. അത് പക്ഷെങ്കിൽ അതിനെ യോജിപ്പിക്കുന്ന ഒന്നും നമ്മളല്ല. നമ്മളവിടെ ഒരു പ്രക്രിയ, നമ്മളൊരു കർമ്മം അവിടെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ നിമിഷം തൊട്ട് അതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കുന്ന ഭഗവാനാണ്. എന്നിട്ട് അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? അതിനെ ഓൺ ദ സ്പോട്ട് തൊട്ട് അല്ലെങ്കിൽ ആ ഒറ്റ സെയിം മൊമെന്റ് തൊട്ട് അതിനെ വിഭജിക്കുകയാണ്. ഏകദേശം 280 ദിവസം കൊണ്ട് വിഭജനം പൂർത്തിയാക്കി ആ ഏകകോശമായിരിക്കുന്ന നമ്മള് ഒരു പൂർണ്ണ ശിശുവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഗർഭത്തിൽ 10 മാസം കൊണ്ട് സൃഷ്ടിക്കുന്ന ആരാണോ അതാണ് നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ്. ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഏകകോശം, അത് തന്നെ മൈന്യൂട്ടാണ്, മൈക്രോസ്കോപ്പിക് ആണ്. നമുക്ക് കണ്ണുകളെ കൊണ്ട് അതിനെ കാണാൻ സാധിക്കില്ല. സൂചിമുനയിൽ പോലും എടുക്കാനില്ലാത്തൊരു വസ്തുവായിരുന്നു നമ്മൾ ഒരു ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളില്. ഈ ഏകോശത്തെ അല്ലെങ്കിൽ ഈ സിക്താണ്ഡത്തെ അല്ലെങ്കിൽ ഈ ഒരു സൈഗോട്ടിനെ ഒരു കോശമായിരുന്നതിനെ അതിനെ ഇരട്ടിപ്പിക്കുകയാണ്. അതിനെ 2ആക്കി 4, 8, 16, 32, 64, 128, 256, 512, 1024, 2048, 4096 എന്ന കണക്കിൽ ഇത് കൃത്യമായിട്ട് വിഭജിച്ചാണ് അതൊരു കുഞ്ഞായി മാറുന്നത്. അപ്പൊ ഈ ഒരു കൃത്യമായ കണക്കിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് പറയുന്നത്. ഞാനൊരു മാത്സ് ടീച്ചറാണ്, അതുകൊണ്ട് ഓൾജിബ്രയിലുള്ളതാണ് ഈ പ്രോഗ്രഷൻ. 3 തരം പ്രോഗ്രഷൻ ഉണ്ട്. ഓൾജിബ്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്, ഹാർമോണിക് പ്രോഗ്രഷൻ ഉണ്ട്. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ അനുസരിച്ചാണ് ഈ ഒരു കോശ വിഭജനം നടക്കുന്നത്. അപ്പൊ ഇത് ചെയ്യുന്നത് അമ്മയും അച്ഛനും ഇരുന്ന് കത്തി കൊണ്ട് മുറിച്ചൊന്നും അല്ല ഈ കോശങ്ങളെ വിഭജിക്കുന്നത്. അത് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അമ്മ ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ സൃഷ്ടികർമ്മം നടത്തുന്നത് ഭഗവാനാണ്, ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ നോക്കിയാല് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സൃഷ്ടാവ് എങ്കില് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? നമുക്കറിയാൻ പറ്റുമോ നമ്മൾ ജനിക്കാൻ പോകുന്ന, അല്ലെ അച്ഛനും അമ്മയ്ക്ക് അറിയാൻ പറ്റും ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ? അപ്പൊ ജനിക്കാൻ പോകുന്ന കുഞ്ഞാണോ പെണ്ണോ, അന്ധനോ ബധിരനോ മൂകനോ മന്ദബുദ്ധിയോ ദേവനോ അസുരനോ സന്യാസിയോ വിദ്യാഭ്യാസം നേടുമോ ഇല്ലയോ എന്നോ, അഥവാ എന്ത് ജോലി കിട്ടും, എന്ന് വിവാഹം കഴിക്കും, എത്ര നാൾ ജീവിക്കും, ഇതൊന്നും ഒരു മാതാപിതാക്കൾക്കും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ മക്കളുടെ നിറം എന്താണ്, മുടി എങ്ങനെയായിരിക്കും, കണ്ണെങ്ങനെയായിരിക്കും, ഇതൊന്നും പറയാനുള്ള അവകാശം ഒരു അച്ഛനും അമ്മയ്ക്കില്ല. അവരെ കൊണ്ട് പറയാൻ സാധ്യമല്ല. ഇപ്പൊ എന്നെ കൊണ്ട് പറയാൻ സാധിക്കും, നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും, ആരെ കൊണ്ട് സാധ്യമല്ല. ഇതെല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അപ്പൊ ഇതെല്ലാം അറിയണമെങ്കിൽ, ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് എങ്ങനെയുള്ളതാണെന്ന് അറിയണമെങ്കിൽ ഭഗവാനല്ല മറ്റാർക്ക് അറിയാവുന്നതാണ്. ഭഗവാനല്ലേ അതിനെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ പൂർവ്വജന്മ കർമ്മ
അനുസരിച്ച് ഭഗവാന് മാതൃഗർഭത്തിൽ വെച്ച് തന്നെ നമ്മുടെ ജാതകം എഴുതുകയാണ്. നമുക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ ജാതകമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്, എന്ന് ജനിക്കണം, എന്ന് മരിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോകണം, നമ്മൾ എപ്പം വിവാഹം കഴിക്കണം, എപ്പം ജോലി കിട്ടണം, ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ ഭഗവാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജാതകം നമുക്കുണ്ട്. ഈ 10 മാസം കൊണ്ടാണ് ഇതെല്ലാം എഴുതി തിട്ടമാക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ഈ ജാതകം ഉണ്ടാക്കുന്നത്, ഓരോരുത്തരുടെ ജാതകം ഓരോ രീതിയിൽ, എല്ലാവരുടെയും ലൈഫ് ഒരുപോലെ അല്ല. ഭൂമിയിൽ ഒരാളുടെ ലൈഫ് പോലെയല്ല മറ്റൊരാളുടെ ലൈഫ്. അപ്പം ഈ നമുക്കെല്ലാം ഒരു കഴിഞ്ഞ ജന്മമുണ്ട്, പുനർജന്മമുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി അടുത്ത ക്ലാസ്സുകളിൽ തരാം. കാരണം കൃത്യമായിട്ട് അതിനുള്ള തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തെ ആ ഒരു കർമ്മഫലം അനുസരിച്ചാണ് ഭഗവാൻ നമ്മളെ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കുന്നതും അതിന്റെ നമ്മുടെ അഥവാ ആ ഒരു കുഞ്ഞിന്റെ ജാതകം എഴുതുന്നതും. ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എങ്ങും പോകുന്നില്ല. ഭഗവാൻ സൃഷ്ടി നടത്തിയിട്ട് അവിടെ തന്നെയുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. ആ ശിശുവിന്റെ കൂടെ തന്നെ, നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതായത് ഒരു സ്പൈഡർ അല്ലെങ്കിൽ ഒരു ചിലന്തി വെബ് അതിന്റെ വല നിർമ്മിച്ചിട്ട് അതിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അത് ഇരിക്കുന്നത് ഇര പിടിക്കുന്നതൊക്കെ അതിൽ തന്നെ ഇരുന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം സൃഷ്ടിച്ചൊരു ആവരണമാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ഊർജ്ജമായിട്ട് ഭഗവാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ എവിടെയും പോകുന്നില്ല. മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ, അതായത് ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ, നമ്മുടെ പ്രാണനായി നമ്മയും വഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഭഗവാന്. ഇനി നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മൾ സയൻസ് പഠിക്കുന്നവർക്കറിയാം, നമ്മൾ ശ്വസനം തൊട്ട് വിസർജനം വരെയുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആന്തരികമായ പ്രവർത്തനങ്ങളിൽ എന്താ പറയുന്നത്, ലൈഫ് പ്രോസസ് എന്ന് പറയും. അതിൽ ഒന്നാമതായിട്ട് ശ്വസനമാണ്, റെസ്പിറേഷന്. രണ്ടാമതെന്ന് പറയുന്നത് ദഹനമാണ്, ഡൈജഷൻ ഉണ്ട്. പിന്നെ രക്തചംക്രമണം, ബ്ലഡ് സർക്കുലേഷന്. പിന്നെ അതുപോലെ കോശത്തിന്റെ സൃഷ്ടിയും കോശത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. സെല്ലുലാർ ഗ്രോത്ത് ഉണ്ട്, സെല്ലുലാർ ക്രിയേഷൻ ഉണ്ട്. പിന്നെ പ്രത്യുൽപാദനം, അതായത് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നാഡി ഞരമ്പുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വിസർജന, എക്സ്ക്രീഷൻ, ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. ഇതുകൂടാതെ പഞ്ചഭൂതങ്ങളും നമ്മുടെ ഉള്ളില് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ കാണിക്കുക, ചെവി കൊണ്ട് നമ്മളെ കേൾപ്പിക്കുക, തൊക്കുകൊണ്ട് സ്പർശിച്ചറിയുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തെ ജീവനോട് കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ തന്നെ 37 ഡിഗ്രി ആയിട്ട് നിർത്തുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായ കണക്കോടുകൂടിയാണ് ഭഗവാൻ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോത്തുപോലൊക്കെ കിടന്നുറങ്ങുമല്ലോ, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ കഴിയുകയാണ്. അപ്പൊ ഈ ഭഗവാൻ അല്ലാതെ മറ്റാരാണ് നമ്മുടെ സൃഷ്ടാവ്? ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും നമ്മളെ സൃഷ്ടിച്ചു, ശരിയാണ്. അവർ കാണപ്പെട്ട ദൈവങ്ങളാണെന്ന് പറഞ്ഞു, അതിന് യാതൊരു സംശയവും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാതാപിതാ ഗുരുദൈവം, മാതാപിതാവ് കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരാണ് നമ്മളെ വളർത്തി നമ്മളെ ഒരു നിലയിൽ എത്തിക്കുന്നത്, നമുക്ക് വേണ്ടുന്ന ആഹാരങ്ങളും വസ്ത്രങ്ങളും എല്ലാം തരുന്നവരാണ്. അവര് സൃഷ്ടാവല്ലെന്നല്ല ഞാൻ പറഞ്ഞു, അവര് സൃഷ്ടാവാണ്. പക്ഷെങ്കിൽ നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. നാരായണന് മാത്രമേ നമ്മളെ ഇങ്ങനെ ഒരു മനുഷ്യ ശരീരത്തെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ മരമായിട്ടോ അല്ലെങ്കിൽ വിഗ്രഹമായിട്ടും ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത്. ഭഗവാൻ ഒരു വിഗ്രഹരൂപിയാണോ? അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഗ്രഹരൂപിയല്ല, എന്നെ അജ്ഞാനികള് വിഗ്രഹരൂപത്തിൽ ആക്ഷേപിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഒരു മരമോ കല്ലോ പ്രതിമയോ ഒന്നുമല്ല. ഭഗവാൻ എന്ന് പറഞ്ഞ ജീവനുള്ള ദൈവമാണ്. അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ശക്തിയാണ്. ഭഗവാൻ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. അതുപോലെ നമ്മളെ പോലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്ന ഭഗവാനാണ്. ഓരോ ജീവനുള്ള എല്ലാത്തിലും ഭഗവാനുണ്ട്. അത് മറ്റ് നമ്മൾ മനുഷ്യരല്ലാത്ത മറ്റ് ജന്തുക്കളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, അതുപോലെ മരങ്ങളായിക്കോട്ടെ, അവർ സഞ്ചരിക്കുന്നില്ലെന്നുള്ള അവയും മരങ്ങൾ നമ്മളെ പോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. അവർക്ക് വിസർജനമുണ്ട്, അവർക്ക് വെള്ളം വേണം, അവർ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, അവരുടെ ബോഡിയിൽ സർക്കുലേഷൻ, ബ്ലഡ് അല്ലെങ്കിലും അതിനകത്ത് ലിക്വിഡൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനം നടക്കുന്നു അതെല്ലാം അവരിലും നടക്കുന്നുണ്ട്. ഓരോ വൃക്ഷത്തിനും കുഞ്ഞുണ്ടാകുന്നത് അവർക്കും ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. ഒരു വാഴയുടെ കുഞ്ഞ് വിത്തുണ്ടാകുന്ന നമുക്കറിയാം. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഒരുപോലെ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പറയുന്നത് മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നത്. ഭഗവാൻ ഏകനാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ 3 രൂപത്തിലിരിക്കുന്നൊക്കെ ഞാൻ നേരത്തെ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഊർജ്ജമാണ്. അല്ല നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും, നമുക്ക് നമ്മളെ പോലും കാണാൻ പറ്റും. നമ്മൾ ഇന്നുവരെ നമ്മളെ കണ്ടിട്ടുണ്ടോ? നമ്മളെ കാണണമെങ്കിൽ നമ്മൾ ഒന്നേ കണ്ണാടി മുന്നേ പോയി നിൽക്കണം. അത് റിയൽ ആയിട്ടുള്ള രൂപമല്ലല്ലോ, നമ്മളതിന്റെ റിഫ്ലക്ഷൻ അല്ലേ കാണുന്നത്. അല്ലെ വെള്ളത്തിൽ പോയി നോക്കണം മുഖം കാണണമെങ്കിൽ, അല്ലെ ക്യാമറ വേണം. അല്ലാതെ നമുക്കൊരിക്കലും നമ്മളെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അപ്പം ഭഗവാൻ ഊർജമാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്.
അതുപോലെ ഭഗവാന് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഊർജ്ജം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ചൂടും വെളിച്ചം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ സൂര്യനിലാണ് എന്ന് പറഞ്ഞ പോലെ പിന്നെ ജീവോർജ്ജം അല്ലെ ജീവൻ ആത്മാവ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജലത്തെ ജീവജലം എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ഊർജ്ജം ജലത്തിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ജലശായി എന്ന് പറയുന്നത്. ജലം എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് നാരം എന്ന് പറയുന്നത്. നാരത്തിലാണ് ഭഗവാന്റെ ശയനം. അതുകൊണ്ടാണ് പണ്ടുപുരാണം തൊട്ട് പറയുന്നത് ഭഗവാനെ നാരായണൻ എന്ന്. നാരമയനമെസ്യസ നാരായണ, ഭഗവാൻ നാരായണൻ ജലത്തിലാണ് കഴിയുന്നത്. അതായത് ഭഗവാന്റെ ഊർജ്ജം. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ നാരായണനാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതിന് ഞാൻ 3 കാരണങ്ങൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഒന്നാമത്തേന്ന് പറയുന്നത് നരൻ എന്ന വാക്കുണ്ടായ നാരായണനിൽ നിന്നാണ്. നമ്മളെല്ലാം നരന്മാരാണ്. നരനും നാരിയും നരിയും നരകവും നാരകവും എല്ലാ വാക്കുകളും നാരായണനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വാനരൻ എന്നുള്ള വാക്ക്. അപ്പം നാരായണനിൽ നിന്നാണ് നരൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നരനും നാരായണനും ഒന്നാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാരത്തിൽ നിന്നാണ് പിന്നെ ജീവൻ ഉത്ഭവിക്കുന്നത്. നമ്മൾ സയൻസിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. ജലത്തിൽ നിന്നാണ് ജീവൻ ഉത്ഭവിച്ചിരിക്കുന്നത്. ജലമാണ് ജീവന്റെ ഉത്ഭവസ്ഥാനം. അപ്പോഴും അത് കറക്റ്റ് ആവുന്നു. അപ്പൊ നാരത്തിലുള്ളതാരാണ്? ജലത്തിലുള്ളവരാണ് നാരായണൻ. നാരായണനിൽ നിന്നാണ് ജീവൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെ ആത്മാവ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് നരനും നാരായണനും ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ് നാരത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയും നാരായണനാണ് സ്ഥാനം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അധർമ്മം പെരുകുമ്പോൾ മനുഷ്യനായിട്ട് ഭഗവാൻ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതും ധർമ്മ സംസ്ഥാപനം നടത്തുന്നതും ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഭഗവാൻ വിഷ്ണു രൂപത്തിൽ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇത് കലിയുഗത്തിന്റെ അവസാനമാണ്. ഭഗവാൻ തന്റെ അന്തിമ അവതാരം എടുത്തിട്ട് വർഷം കുറെ ആയി. ഭഗവാൻ പോകാനുള്ള സമയം തന്നെ അടുത്തു വരികയാണ്. അപ്പം എന്തായാലും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനാണ് ഭഗവാൻ നാരായണ അവതാരം എടുക്കുന്നത്. ഇത് വേറൊരു ദൈവങ്ങളും അങ്ങനെ ഒരു അവതാരം എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ശക്തി, നമ്മുടെ ജീവനോട് നിർത്തുന്ന ശക്തി, നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ആ തുടിപ്പെന്ന് പറയുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് നമ്മുടെ യഥാർത്ഥ സൃഷ്ടാവ്. ഭഗവാനാണ് നമ്മുടെ ജനനം മുതൽ മരണം വരെ കൂടെയുള്ള ഏക ശക്തി, ഏക ബന്ധു, ഏക ദൈവം. നന്ദി, നമസ്കാരം.